Hi students, posting of compound entry. അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കോമ്പൗണ്ട് എൻട്രി പറഞ്ഞാൽ മോർ ദാൻ 1 ഡെബിറ്റ് ഓർ മോർ ദാൻ 1 ക്രെഡിറ്റ്. ഒരു ജേർണൽ എൻട്രിയിൽ ഒന്നിൽ കൂടുതൽ ഡെബിറ്റോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റോ വരുവാണെങ്കിൽ അതിനെയാണ് കോമ്പൗണ്ട് എൻട്രി എന്ന് പറയാം. അപ്പോൾ ഞാനതിൻ്റെ പോസ്റ്റിംഗ് ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടൊരു ട്രാൻസാക്ഷൻ തന്നിട്ട് അതിൻ്റെ കോമ്പൗണ്ട് എൻട്രിയാണ് ജേർണൽ എൻട്രിയാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കാം. On 1st April 2021, Ankit purchased goods for ₹10,000 and machinery of ₹5,000 against a check. അങ്കിത്ത് 1st April 2021 10,000 രൂപക്ക് ഗുഡ്സും വാങ്ങി 5,000 രൂപയുടെ മെഷീനറിയും വാങ്ങി. ചെക്കാണ് കൊടുത്തത്. എഗെയിൻസ്റ്റ് ചെക്ക് കൊടുത്തിട്ടാണ്. അതിൻ്റെ ക്യാഷായിട്ടല്ല പൈസ കൊടുത്തത്, ചെക്കായിട്ടാണ് കൊടുത്തത്. ഫസ്റ്റ് ജേർണൽ എൻട്രി ആൻഡ് പോസ്റ്റ് ടു ലെഡ്ജർ. നമ്മളോട് ജേർണൽ എൻട്രി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ജേർണൽ എൻട്രി എന്താ എഴുതാൻ നോക്കാം. കോമ്പൗണ്ട് എൻട്രിയാണ് എഴുതുന്നത്. ജേർണൽ എൻട്രീസ് ജേർണൽ മതി. അപ്പം ജേർണലിൻ്റെ കോളം അറിയാലോ. ഡേറ്റ് ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഡേറ്റ്, പാർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ്, ക്രെഡിറ്റ്. അപ്പോൾ ഇതിൽ ഗുഡ്സ് വാങ്ങിയ ജേർണൽ എൻട്രി, പർച്ചേസ്ഡ് ഗുഡ്സിൻ്റെ ജേർണൽ എൻട്രി വരുന്നത് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ആണ്. മെഷീനറി വാങ്ങിയാൽ ചെക്ക് കൊടുത്തിട്ടാണ് വാങ്ങിയത്, അതുകൊണ്ട് ബാങ്കാണ് വരിക. ചെക്ക് ക്യാഷ് കൊടുക്കാതെ ചെക്കാണ് കൊടുത്തത്. അപ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ചെക്ക് ബൈ പേയിങ് ചെക്കാണെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് ആണ് വരിക. മെഷീനറിയും വാങ്ങിയിട്ടുണ്ട്, ചെക്ക് കൊടുത്തിട്ട്, രണ്ടിനും കൂടി ഒരു ചെക്കാണ് കൊടുത്തത്. അപ്പോൾ മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു, ഒരു ചെക്കൊന്നും പറ്റില്ല, രണ്ടിനും ചെക്കാണ് കൊടുത്തത്. അപ്പോൾ മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് ആണ് വരിക. അപ്പോൾ ഒന്നാമത്തത് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്, രണ്ടാമത്തത് മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ബിസിനസ്സിലേക്ക് ഇത് രണ്ടും വന്നതാണ്. അപ്പോൾ നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് എഴുതാം. പർച്ചേസ് ഗുഡ്സ് ആയതുകൊണ്ടാണ് പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ പേരാണ് എഴുതേണ്ടത്. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ 10,000 ഡെബിറ്റ് ചെയ്യുന്നത് ഡെബിറ്റ് കോളത്തിൽ. ദെൻ മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ, മെഷീനറിയും ബിസിനസ്സിലേക്ക് വന്നതാണ്. എമൗണ്ട് 5,000. ചെക്കാണ് കൊടുത്തത്. അപ്പം ക്യാഷ് അല്ല, ചെക്ക് കൊടുത്തത് കൊണ്ട് ബാങ്കാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. എമൗണ്ട് ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 15,000 ആക്കിയിട്ടാണ് എഴുതേണ്ടത്. നറേഷൻ, പർച്ചേസ് ഓഫ് മെഷീനറി, പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് മെഷീനറി ബൈ ചെക്ക്, മെഷീനറി ബൈ ചെക്ക്. ഞാനിവിടെ കൊടുക്കാം. നെക്സ്റ്റ് നമുക്കപ്പോൾ ജേർണൽ എൻട്രി കഴിഞ്ഞു. ഇനി നമ്മൾ ലെഡ്ജറിലേക്ക് ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ് ടു ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ലെഡ്ജറിലേക്ക് ഇത് പോസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എത്ര ലെഡ്ജർ വരക്കണം? 3 ലെഡ്ജർ വരക്കണം. 3 ഡിഫറെൻറ്റ് അക്കൗണ്ട് ആയതുകൊണ്ട് 3 ലെഡ്ജർ വരക്കണം. അപ്പം നമ്മൾ ഫസ്റ്റ് വരക്കുന്നത് ലെഡ്ജർ എങ്ങനെയാണ് വരയ്ക്കാമെന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരു പേജിനെ 2 ഡിവൈഡ് ചെയ്യുക ആദ്യം. എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിന് ഡെബിറ്റ് ഇട്ട് കൊടുക്കുക, ഡെപ്റ്റർ. ഇതിന് ക്രെഡിറ്റ് ഇട്ട് കൊടുക്കുക. ദെൻ ഇതിന് ഡേറ്റ്, പാർട്ടിക്കുലേഴ്സ് കോളം, JF, ജേർണലിൽ LF, ലെഡ്ജറിൽ JF. അപ്പോൾ ഈ ഭാഗം ഇത്രയും കോളം വരിക. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും കോളം വേണം. രണ്ട് സൈഡിലതും കോളം ഹെഡിങ് സെയിം ആയിരിക്കും, പക്ഷേ ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ്. ഫസ്റ്റ് നമ്മൾ പർച്ചേസ് അക്കൗണ്ടാണ് ചെയ്യുന്നത്. ലെഡ്ജറിൻ്റെ പേര് പർച്ചേസ് അക്കൗണ്ട്. ഡേറ്റ്, പാർട്ടിക്കുലേഴ്സ്, JF, എമൗണ്ട്. ഡേറ്റ്, പാർട്ടിക്കുലേഴ്സ്, JF, എമൗണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പർച്ചേസ് ആണ് ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. 1st April
ജേണൽ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ, മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് ആണ്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ടിൽ പർച്ചേസിന് ബാധകമായത് മാത്രമേ പോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളിതിപ്പോൾ സിമ്പിൾ ജേണൽ എൻട്രി ആയിട്ട് എഴുതുവാണെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 10,000 ആണെന്ന് എഴുതുക ജേണൽ എൻട്രി. ഇത് കോമ്പൗണ്ട് ആയതുകൊണ്ടാണ് രണ്ടും ഒരുമിച്ച് എഴുതിയത്. അപ്പോൾ സിമ്പിൾ ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യുന്നത് പോലെ ചെയ്യണം. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ, പർച്ചേസ് ഇവിടെ എഴുതാൻ പാടില്ല, പർച്ചേസ് അക്കൗണ്ട് ആയതുകൊണ്ട്. അതിൻ്റെ അതർ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തത് ഏതാണോ അതാണ് എഴുതേണ്ടത്. ക്രെഡിറ്റ് ചെയ്തത് ബാങ്കാണ്. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് ചെയ്തത് ബാങ്ക് ആയതുകൊണ്ട് ലെഡ്ജറിൽ ഡെബിറ്റ് സൈഡിൽ 1 April 2021 ടു ബാങ്ക് ഇട്ട് കൊടുക്കുക. എമൗണ്ട് ഇടേണ്ടത് ഈ പർച്ചേസിൻ്റെ നേർക്ക് എത്രയാണോ എമൗണ്ട് ഉള്ളത് അതാണ് ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത്, കോമ്പൗണ്ട് എൻട്രി ആയതുകൊണ്ട്. ഇനി വേറെ നമ്മൾ ട്രാൻസാക്ഷൻ വേറെ തരാത്തത് കൊണ്ട് ഈ പർച്ചേസ് അക്കൗണ്ടിൽ ഇത് മാത്രമേ പോസ്റ്റ് ചെയ്യാനുള്ളൂ. പർച്ചേസ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാറില്ല. അത് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലേക്കാണ് ചെയ്യുക. അതിപ്പോൾ ഞാൻ ക്ലോസ് ചെയ്യുന്നില്ല അതുകൊണ്ട്. ഇനി അടുത്ത ലെഡ്ജർ പോസ്റ്റ് ചെയ്യും. അടുത്ത ലെഡ്ജർ ഏതാ വരുക? മെഷീനറി അക്കൗണ്ട്. ഇവിടെ ഇപ്പം മെഷീനറി അക്കൗണ്ട് ഇട്ട് കൊടുക്കാം. ഓരോ ലെഡ്ജറിനും ഹെഡിങ് വേണം. മെഷീനറി അക്കൗണ്ടിൻ്റെ ജേണൽ എൻട്രി മെഷീനറി ഡെബിറ്റ് ആണ്. ക്രെഡിറ്റ് ചെയ്തതാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ക്രെഡിറ്റ് ചെയ്തത് ബാങ്കാണ്. അപ്പോൾ ക്രെഡിറ്റ് ചെയ്തത് ബാങ്ക് ആയതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ ബാങ്ക് ഇട്ട് കൊടുക്കുക. ഡേറ്റ് 1 April 2021. ബാങ്ക് എമൗണ്ട് എഴുതേണ്ടത് മെഷീനറിൻ്റെ നേർക്കുള്ള എമൗണ്ടാണ് 5,000. ഇത് പർച്ചേസ് വിൽക്കാൻ വേണ്ടുന്ന പർച്ചേസ് ഇവിടെ നേരത്തെ വിൽക്കാൻ വേണ്ടി വാങ്ങിയ ഗൂഡ്സിൻ്റെ പർച്ചേസ് ആയത്. അതുകൊണ്ടാണ് ഇത് ക്ലോസ് ചെയ്യാത്തത്. ഇത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. പക്ഷേ മെഷീനറി എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ് ആവശ്യത്തിന്, ലോങ് ടേം യൂസിന്, ദീർഘകാല ആവശ്യത്തിന് വേണ്ടി വാങ്ങിയതാണ് മെഷീനറി. അപ്പം മെഷീനറി നമ്മൾ വിൽക്കാൻ വാങ്ങിയതല്ല. അതുകൊണ്ട് നമ്മൾ വേറെ മെഷീനറി ഒന്നും വാങ്ങാത്തത് കൊണ്ട് ഇതിവിടെ ക്ലോസ് ചെയ്യും സാധാരണയായിട്ട്. ഞാനിത് ഒറ്റ ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് ഞാൻ ക്ലോസ് ചെയ്യുന്നില്ല. ജേണൽ എൻട്രി പറഞ്ഞിരോ മാത്രമേ ചെയ്യുന്നുള്ളൂ. ബാലൻസ് ക്യാരിഡ് ഓൺ എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുക ചെയ്യാം. ഇവിടെ ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ എന്നിട്ട് ക്ലോസ് ചെയ്യും. പക്ഷേ ഇത് ഒറ്റൊരു ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് എങ്ങനെയാണ് പോസ്റ്റിംഗ് എന്ന് പറയാൻ മാത്രം പറയുന്നത് കൊണ്ട് ഞാൻ ക്ലോസ് ചെയ്യുന്നില്ല. അത് അടുത്തത് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ബാലൻസ് ക്യാരിഡ് ഓൺ ഇടുക. 5,000 രൂപ രണ്ട് സൈഡ് ആഡ് ചെയ്യാം. ദെൻ അടുത്ത് വരുന്നത് ഈ ബാങ്ക് അക്കൗണ്ടാണ് വരിക. ബാങ്ക് അക്കൗണ്ട് ഇവിടെ ക്രെഡിറ്റ് ആണ്. അപ്പോൾ ഡെബിറ്റ് 2 എണ്ണം വരുന്നുണ്ട്. ക്രെഡിറ്റ് ബാങ്ക് ചെയ്തിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഇവിടെ ബാങ്ക് ക്രെഡിറ്റ് ആണ് ചെയ്യാനായിട്ട്. ഡെബിറ്റ് 2 എണ്ണം വരുന്നത് കൊണ്ട് ഇത് രണ്ടും പോസ്റ്റ് ചെയ്യണം. കാരണം ബാങ്കിൻ്റെ എമൗണ്ട് 15,000 ആണ്. അപ്പോൾ അത് രണ്ടും പോസ്റ്റ് ചെയ്യണം. ഇത് രണ്ടും ഡെബിറ്റ് ആണ്. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലാണ് അത് പോസ്റ്റ് ചെയ്യേണ്ടത്. ബൈ പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് 10,000 ഇട്ട് കൊടുക്കുക. ബൈ മെഷീനറി എന്ന് പറഞ്ഞിട്ട് 5,000 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്താൽ ഈ 15,000 ഈക്വലായി. ഇവിടെ ബാങ്കിൻ്റെ എമൗണ്ട് 15,000 ആണ്. ഇത് രണ്ടും ആഡ് ചെയ്താൽ 15,000 ആവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ജേണൽ എൻട്രി, കോമ്പൗണ്ട് എൻട്രി പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ബാങ്ക് അക്കൗണ്ട് അസറ്റ് ആയതുകൊണ്ട് ഇത് സാധാരണയായിട്ട് ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്തിട്ട് ബാലൻസ് ക്യാരിഡ് ഓൺ എന്നിട്ട് ഇട്ട് കൊടുക്കുക ചെയ്യുക സാധാരണയായിട്ട്. ഞാൻ ഒറ്റ ജേണൽ ട്രാൻസാക്ഷൻ ആയതുകൊണ്ടാണ് ക്ലോസ് ചെയ്യാത്തത്. ലെഡ്ജർ പോസ്റ്റിംഗ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നതെന്നുള്ള ഒരു വീഡിയോ മുന്നിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കോമ്പൗണ്ട് എൻട്രി പോസ്റ്റ് ചെയ്യുമ്പം ഡെബിറ്റ് ഐറ്റം അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം അതിൻ്റെ പോസ്റ്റിംഗ് വരുന്നത് ക്രെഡിറ്റ് ചെയ്തത് ഏതാണോ അതാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. എമൗണ്ട് അതാത് അക്കൗണ്ടിൻ്റെ നേർക്കുള്ള എമൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് ആവുമ്പോൾ പർച്ചേസിൻ്റെ എമൗണ്ട് 10,000 ഇട്ട് കൊടുത്തു. ക്രെഡിറ്റ് ചെയ്ത ഐറ്റമാണ് പോസ്റ്റ് ചെയ്തത്. അതേസമയം ക്രെഡിറ്റ് ചെയ്ത ഐറ്റത്തിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം, ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം ഡെബിറ്റ് ചെയ്ത രണ്ടും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.